ഹലോ റിയാലിറ്റി വണ്ടി പുതിയൊരു ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് താമരശ്ശേരിയാണ് കേട്ടോ. പൂഞ്ഞൂർ എന്ന സ്ഥലത്താണ്. ഡോക്ടർ ദമ്പതിമാരായിട്ടുള്ള ജാസിൽ ഫസീല ദമ്പതികളുടെ കിഡ്ലൻ വീടിൻ്റെ ഹോം ടൂർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. യാമ ആർക്കേഡ്സ് ആണ് കേട്ടോ ഈ വീടിൻ്റെ കംപ്ലീറ്റ് വർക്കും ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഓരോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒരുപോലെ അടിപൊളിയാക്കിയിട്ട് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. ഈ വീടിൻ്റെ എൻട്രൻസ് ഏരിയ വരുന്നത് കുറച്ച് സ്ലോപ്പ് ആയിട്ടാണ്, ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഏരിയ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് കോബിൾ സ്റ്റോൺ ആണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഗേറ്റിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ്. ഇവിടെ ഗേറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഇൻഡസ്ട്രിയൽ ആണ് കേട്ടോ. റോഡ് ചെറിയ ഡയമീറ്ററിൽ വരുന്ന റോഡുകളാണ് കംപ്ലീറ്റ് വെച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഓരോ പോർഷനിലായിട്ട് കേർവ് ഡിസൈനുള്ള മെറ്റൽ പ്ലേറ്റും കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഗേറ്റാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് ഗ്രേ പെയിൻ്റ് ഒക്കെ ഫുള്ള് കൊടുത്തിട്ടുണ്ട്. നേരെ കയറി വന്നു കഴിഞ്ഞാൽ വിശാലമായിട്ടൊരു യാർഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ബാംഗ്ലൂർ സ്റ്റോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇടയിലായിട്ട് കോബിൾ സ്റ്റോൺ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ലാൻഡ്സ്കേപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പ് അല്ലേ. അത് ഈ വീടിന് നമുക്ക് 100ക്ക് 100 കൊടുക്കാൻ പറ്റും. കാരണം അത്രയും ഭംഗിയായിട്ടാണ് ഓരോ പ്ലാന്റും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഗേറ്റിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ല ബൊഫല്ല ഗ്രാസും കലാത്തിയൻ്റെ പ്ലാന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഒരു ലെങ്ത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മുതൽ അതുവരെ ഈ വീടിൻ്റെ ലെങ്ത്താണ് കേട്ടോ. പക്ഷെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഫീലാണ്. എക്സ്റ്റീരിയർ നമുക്കൊരു വേറെ ഫീൽ കിട്ടും. അതിൻ്റെ മെയിൻ റീസൺ യാമ ആർക്കേഡ്സിൻ്റെ ആ ഒരു ഡിസൈനും കൂടിയാണ് കേട്ടോ. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്ലോട്ടിംഗ് രൂപത്തിലാണ് ഈ വീടൊക്കെ നിൽക്കുന്നത്. അതിൻ്റെ മെയിൻ റീസൺ ഇവിടെ ഓരോ പ്രൊജക്റ്റായിട്ട് കംപ്ലീറ്റ് ആ ഒരു ഫ്ലാറ്റിന് അവർ താഴ്ഭാഗത്ത് നിർത്തിയിട്ടുണ്ട്. കംപ്ലീറ്റ് ചെടികളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വിൻഡോസ് നോക്കിക്കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ടാണ് കേട്ടോ. കംപ്ലീറ്റ് വലിയ വിൻഡോ ആണ്. അതിൽ തന്നെ ഒരു ഡിഫറെൻറ്റ് കൊണ്ടുവന്നിട്ട് നല്ല ഭംഗി ഈ ഒരു വീടിന് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ കംപ്ലീറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ വുഡൻ ഫീലിംഗ് തോന്നുന്ന രൂപത്തിലുള്ള ക്ലാഡിങ് ടൈലുകളാണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ലൈറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ദെൻ മുകൾ ഭാഗത്ത് കംപ്ലീറ്റ് പ്ലാന്റും അതുപോലെ ആ ഒരു ഗ്രില്ല് ഡിസൈനും വന്നതോടുകൂടി വീടിൻ്റെ എക്സ്റ്റീരിയർ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ജാളി വർക്കാണ് കേട്ടോ. നമ്മുടെ വൈറ്റ് തീമിൽ വരുന്ന ജാളിയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അപ്പുറം ഉൾഭാഗം വരുന്നത് കോട്ടിയാടാണ്. അടിപൊളി കോട്ടിയാടാണ്. നമുക്കിതിൻ്റെ ഉൾഭാഗത്ത് കയറുമ്പോൾ കാണാം. ദെൻ പ്ലാന്റും കാര്യങ്ങളൊക്കെ സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഗ്രില്ല് വരുന്നുണ്ട്. ദെൻ ഓപ്പണിംഗ് ഏരിയ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സെയിം ഡിസൈൻ ഒരുപാട് വ്യത്യസ്തമായിട്ട് വരാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട് ഒരു ബോക്സ് ആയിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വീടിനെ അതിൻ്റെ എക്സ്റ്റീരിയർ നമുക്ക് ഒരുപാട് മാറ്റം തോന്നിക്കുന്ന മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ബോക്സ് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ്. ഒരു പ്രൊഫൈൽ ലൈറ്റ് സൈഡിലായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് അവരൊരു ബോക്സ് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന രൂപത്തിലാണ് അതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോയിൽ കാണുന്നുണ്ട് എനിക്കറിയില്ല. ഒരു പ്രൊഫൈൽ ലൈറ്റ് ചാനലിൽ പോകുന്നുണ്ട്. പിന്നെ ക്ലാഡിങ്, നമ്മുടെ നാച്ചുറൽ ക്ലാഡിങ് സ്റ്റോൺ വരുന്നുണ്ട്. ഈ വിൻഡോസ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ളത്. രണ്ട് സൈഡിലും വെർട്ടിക്കലായിട്ട് ഇറങ്ങുന്ന രൂപത്തിൽ വന്നിട്ടുണ്ട്. സെൻട്രലായിട്ട് ഹൊറിസോണലായിട്ടുള്ള നമുക്ക് നീർത്തി വെക്കുന്ന പറ്റുന്ന രൂപത്തിലുള്ള വിൻഡോസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു അവനിങ് വിൻഡോസ് രൂപത്തിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ നല്ല രീതിയിൽ പ്ലാന്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്തായിട്ടൊരു സ്പേസ് വരുന്നുണ്ട്, ബാൽക്കണി ഏരിയ ആയിട്ട് നമുക്ക് മുകളിലെത്തുമ്പോൾ കാണാം. ദെൻ ഇവിടെയാണ് സിറ്റ് ഔട്ട് സ്പേസ് വരുന്നത്. നമുക്ക് പറഞ്ഞാൽ ആ തല മുതൽ ഈ തല വരെ ഈ വീടിൻ്റെ ആ ഒരു എക്സ്റ്റീരിയർ വ്യൂ നിങ്ങൾക്ക് കാണാൻ കിട്ടുന്നില്ല. നല്ല ഭംഗിയായിട്ടാണ് ഇവിടെ സിറ്റ് ഔട്ട് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ദെൻ നേരെ വരുന്നത് പോർച്ചാണ്. നമുക്ക് കയറി വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. കാറിന് എന്ത് ചെയ്യുക, പോർച്ചിലേക്ക് മാറ്റിയിട്ട് നമുക്ക് വരാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ ഈ ഒരു സിറ്റ് ഔട്ടിനോട് ചേർന്നിട്ട് തന്നെ ഒരു കോർട്ട്യാർഡ് ഏരിയ വരുന്നുണ്ട്. ഇതിലേക്കുള്ള ഒരു പാസേജ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബൊഫല്ലോ ഗ്രാസ് ആണ്. ബൊഫല്ലോ ഗ്രാസിലേക്ക് ഈ ഒരു പാറ്റേൺ കണ്ടോ, ഇത് അവരുടെ ഡിസൈൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഫിക്സ് ചെയ്തതാണ്. നമുക്ക് ആ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന ആളുകളുടെ കയ്യിൽ ഇത്രയും ലാൻഡ്സ്കേപ്പിൻ്റെ പ്രത്യേകിച്ച് ഈ ഒരു പാറ്റേൺ ഒക്കെ കിട്ടുള്ളൂ. അപ്പം അത്രയും അവരും എഫേർട്ട് എടുക്കുന്നുണ്ടെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നല്ല ഭംഗിയായിട്ടാണ് കിച്ചണിൻ്റെ ഒരു ഏരിയ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ക്ലാഡും കാര്യങ്ങളും കൊടുത്തിട്ട് എക്സ്റ്റീരിയർ 100ക്ക് 100 ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ സിറ്റ് ഔട്ട് സ്പേസിലേക്ക് വരാം. ഈ ഒരു വീടിൻ്റെ വെൽക്കം സ്പേസിനെ വളരെ ഭംഗിയായിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു എസ്തെറ്റിക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു സിറ്റ് ഔട്ട് സ്പേസ് ഒരു ഫ്ലോട്ടിംഗ് രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റെപ്പിലേക്ക് നോക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് അടിപൊളിയായിട്ടുള്ള നല്ല ബ്ലാക്കിൽ വരുന്ന ടൈലാണ് കേട്ടോ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ടൈൽ തന്നെ ആ ഒരു അറേഞ്ച്മെൻറ്റ് നമുക്കൊരു ഫ്ലോട്ടിംഗ് രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നേരെ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തെ നമുക്ക് ടൈൽ നോക്കിക്കഴിഞ്ഞാൽ ടൈലും ഒരു സ്റ്റോണിൽ വരുന്ന ടൈപ്പുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 5 മീറ്റർ നീളവും 2 മീറ്റർ വീതിയാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു ഷെൽഫൊക്കെ അറേഞ്ച് ചെയ്യാൻ നമ്മുടെ
ഷൂ ആണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഇനി സാധനങ്ങൾക്ക് നമുക്ക് വെക്കാൻ പറ്റുന്ന രൂപത്തിൽ പ്ലസ് ഒരു സീറ്റിംഗ് അറേഞ്ചോട് കൂടിയിട്ടാണ് നല്ല ഭംഗിയുള്ള കളർ തീമിൽ ഒരു ഡ്രോവർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 ഡ്രോവേഴ്സ് വരുന്നുണ്ട്, നല്ല സ്റ്റോറേജ് സ്പേസ് കംപ്ലീറ്റ് വരുന്നുണ്ട്. എല്ലാം ഒരു ഗ്രൂ ഡിസൈനിലൊക്കെ ആയിട്ട് നല്ലൊരു കോഫി ബ്രൗൺ ആൻഡ് കോഫി ലൈറ്റ് കോഫി കളേഴ്സിലൊക്കെയാണ് ഈ ഒരു സ്റ്റോറേജ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് 3 സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്പെഷ്യലായിട്ട് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നല്ല അടിപൊളിയുള്ള കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ട് കേട്ടോ. നമുക്ക് പാഷ്യൂ ഏരിയ ആയിട്ട് വരുന്നത്. ഇതിലേക്കും ചെറിയ പാസേജ് ഇങ്ങോട്ട് വരുന്നുണ്ട്. കംപ്ലീറ്റ് ഇവിടെ പോട്ടും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ പ്ലാന്റ് ആണ് സിമ്പിളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ എനിക്ക് എടുത്തു പറയേണ്ടത് ഈ ഒരു ഭാഗമാണ് കേട്ടോ. ഇവിടെ ഈ ഒരു വാൾ നല്ല ഹൈലൈറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്ന സിറ്റൗട്ടിലേക്ക് കംപ്ലീറ്റ് ഈ ഒരു വാള് ക്ലാഡിങ് നമ്മുടെ സ്റ്റോൺ ക്ലാഡിങ് ആണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഈ ഒരു ഭാഗത്തായിട്ടൊരു ഓപ്പണിങ് കൊടുത്ത് നമുക്കൊരു വിസിബിലിറ്റി കിട്ടുന്ന രൂപത്തിൽ ഒരു ഓപ്പണിങ് കൊടുത്തിട്ട് ഗ്രാനൈറ്റിൻ്റെ ബീഡിങ്ങോട് കൂടിയിട്ടുള്ളതാണ് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സീലിങ്ങിലേക്ക് നോക്കി കഴിഞ്ഞാൽ വളരെ എസ്തെറ്റിക് ആയിട്ട് മിനിമൽ ഡിസൈനാണ് വന്നിട്ടുള്ളത്. കംപ്ലീറ്റ് കോബ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ട്രാക്ക് ലൈറ്റും ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പ്ലാന്റർ ബോക്സും ഈ ഒരു ഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ മെയിൻ ഡോറിലേക്ക് വരാം കേട്ടോ. മെയിൻ ഡോറിലേക്ക് പറയുന്ന മുന്നേ ആയിട്ട് ഇവിടെ വാള് കണ്ടോ, ഈ വാള് കംപ്ലീറ്റ് ടെക്സ്ചർ പെയിൻറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. പ്ലെയിൻ ആക്കി ഇടാതെ അതിൽ തന്നെ ഒരു ടെക്സ്ചറിങ് വരുന്ന രൂപത്തിൽ ലൈറ്റ് കളേഴ്സിൽ ചൂസ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് കളറാണ് ഈ ഒരു വാളിലൊക്കെ വന്നിട്ടുള്ളത്. നമുക്ക് മെയിൻ ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ ഡോർ കംപ്ലീറ്റ് തേക്കുവുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഫുൾ ആ ഒരു കവറിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹാൻഡിൽസ് കണ്ടോ, അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഗോൾഡൻ കളർ വരുന്ന രൂപത്തിലുള്ള ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ തന്നെ ആ ഒരു ചെക്ക് ബോക്സ് ഡിസൈൻ വരുന്നുണ്ട്. ദെൻ ഈ ഒരു ഭാഗത്തായിട്ട് അവർ ഗ്രൂ ഡിസൈനോട് കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഒരു സർക്കിൾ രൂപത്തിലുള്ള ഹാൻഡിലാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. മെയിൻ ഡോർ തന്നെ ആ ഒരു സ്പെഷ്യൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ് മെയിൻ ഡോർ ഒരുപാട് വെറൈറ്റീസ് ഫോട്ടോസ് അയച്ചു തരുമോ, വീഡിയോ കാണിച്ചു തരും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസ് തന്നെ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡൽസ് ഒക്കെ കാണാൻ പറ്റും. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് കാണാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഒരു ഫോയർ സ്പേസിലേക്കാണ് കേട്ടോ. ഈ ഒരു ഫോയർ സ്പേസിനെ ഒരുപാട് പർപ്പസ് ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ട്. നല്ലൊരു എസ്തെറ്റിക്കലി കൊണ്ടുവന്നിട്ട് എൻ്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡായിട്ട് കണ്ടുവന്നത് നല്ല ഡ്രോവർ ഒരു ഷെൽഫ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാറ്റേൺ കണ്ടോ, നല്ല ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു ഡിഫറെൻറ്റ് തീമിലേക്കും ഐഡിയാസ് ഡിസൈനിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഓപ്പണിങ് ഒരുപാട് വെറൈറ്റി ഉണ്ട്. പ്ലെയിൻ ആയിട്ടും ഡയഗണലായിട്ടാണ് കട്ടിങ് കൊടുത്തിട്ടുള്ളത്. ഗ്രൂ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെൻട്രലായിട്ട് 2 ഡ്രോവേഴ്സാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നത്. ദെൻ ഈ ഒരു വാളും ഒരു പ്ലെയിൻ ആക്കി ഇടാതെ മൾട്ടിവുഡിൽ CNC കട്ട് ചെയ്തിട്ട് ഒരു പാറ്റേൺ ഒരു ഡിസൈൻ അവിടെ ചെയ്തിട്ടുണ്ട്. ദെൻ മുകളിലായിട്ട് ഒരു ഫ്ലൂട്ടഡ് ഒരു പാനലിംഗും ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ നേരെ റൈറ്റ് സൈഡിലാണ് ഇവിടെ ഫോർമൽ ലിവിങ് ഏരിയ വരുന്നത്. നേരെ കയറുമ്പോൾ ഈ ഒരു ഫ്ലോറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിഫറെൻറ്റ് ഫീൽ ചെയ്യും. എപ്പോഴും നിങ്ങൾ ഫ്ലോറിംഗ് ഒക്കെ കുറച്ചൊരു ഡിഫറെൻറ്റ് ടൈലും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നോക്കണം. അത് തന്നെ നമുക്ക് ആ ഒരു ഇന്റീരിയറിലേക്ക് കാഴ്ചയിൽ തന്നെ നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. ഇവിടെ കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് വുഡൻ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു കോർണർ സോഫയാണ് ഈ സൈഡിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കളർ തീം ഒരു ഓഫ് വൈറ്റ് ആൻഡ് ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ലെതർ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഫാബ്രിക്സിൻ്റെ ക്ലോത്തും ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ലെഗ്സ് കണ്ടോ, നല്ല സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു സിംപ്ലിസിറ്റി നമുക്ക് ഈ ഒരു ഫോർമൽ ലിവിങ്ങിൽ കിട്ടാനുള്ള മെയിൻ റീസൺ ഇതുകൊണ്ട് തന്നെയാണ്. നല്ലൊരു കോഫി ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു നാച്ചുറൽ ഫീലിനായിട്ട് ഒരു പ്ലാന്റർ ബോക്സ് ഈ ഒരു സൈഡിലായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ലൊരു ഈ ഒരു വാള് അത്യാവശ്യം നല്ലൊരു സൈസിലുള്ള ഒരു വാൾ ഡിസൈൻ ഈ ഒരു ഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കർട്ടൻസ് നോക്കുകയാണെങ്കിൽ വൈറ്റ് ആൻഡ് ഒരു കോഫി ബ്രൗൺ രൂപത്തിലുള്ള കളേഴ്സിൽ വരുന്ന ഒരു കർട്ടൻസ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ദെൻ ഇവിടെയും ഒരു മെറ്റൽ വർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു റീപ്പർ വർക്ക് പോലെ ഒരു ബ്രൗൺ ബോർഡറൊക്കെ ചെയ്തിട്ടുള്ള ഒരു വൈറ്റ് ആൻഡ് ബ്രൗൺ കോമ്പിനേഷനിലായിട്ട് സീലിംഗ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ ഇവിടെ ഫോർമൽ ലിവിങ് മാത്രമല്ല, നമുക്ക് ഫാമിലി ലിവിങ് ഇതിനോട് ചേർന്നിട്ട് തന്നെ ഈ ഒരു പാസേജിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഫാമിലി ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫാമിലി സ്പേസിൽ തന്നെ നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആണ് നമുക്ക് എപ്പോഴും വേണ്ടല്ലേ. നമ്മൾ ഫോർമൽ ലിവിങ്ങിൽ ഇരിക്കുന്ന പോലെ ഒരിക്കലും നമ്മൾ ഫാമിലി സ്പേസിൽ ഇരിക്കില്ല. അപ്പോൾ അതിന് പറ്റുന്ന ഒരു സോഫാസാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ഒരു റിക്ലൈനർ ടൈപ്പിൽ വരുന്ന സോഫാസാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാള് കണ്ടോ, അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്നത് ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ ഈ ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ചൂടും കാര്യം ഒന്നും ഫീൽ ചെയ്യില്ല. കുറച്ചും കൂടി നമുക്കൊരു സ്പേഷ്യസ് ആയിട്ട് നമുക്ക് കിട്ടും ചെയ്യും. എന്നാൽ ഇവിടെ മെയിൻ പറയാൻ കാരണം ഇവിടുത്തെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ഡിസൈനിലേക്ക് അവർ എത്തിച്ചിട്ടുള്ളത്. ക്ലയൻറ്റ് ഡോക്ടേഴ്സാണ്, അവർ ഒരുപാട് തിരക്കുള്ള ആളുകളാണ്. പക്ഷെ അവരുടെ വീടുന്നത് അവർക്ക് ഒരു നല്ല റിഫ്രഷ്മെൻറ്റ് ഏരിയ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ നല്ല രീതിയിൽ അവർക്ക് അയ്യാമക്ക് ഈ ഒരു ഡിസൈനോട് കൂടിയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ദെൻ ഈ വാൾ കണ്ടോ, നല്ല അത്യാവശ്യം ലെങ്ത്തിൽ വരുന്ന ഫ്രെയിമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ LCD യൂണിറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫാമിലി ലിവിങ്ങിൽ LCD യൂണിറ്റ് നമ്മൾ എപ്പോഴും കൊടുക്കുന്നതാണ്. പക്ഷെ അതിൽ തന്നെ എന്ത് ചെയ്യുക, ഒരു കമ്പ്യൂട്ടേഴ്സ് അവിടെ തട്ടിക്കാത്ത രൂപത്തിലൊരു കുറഞ്ഞ പോർഷനിൽ ഒരു വാൾ സെറ്റ് ചെയ്തിട്ട് ഒരു LCD യൂണിറ്റും നോർമലായിട്ടുള്ള
ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ അവിടെ താഴെയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ഒരു ബാക്ക് സൈഡിലായിട്ട് ഒരു കോർട്ട്യാർഡ് വരുന്നുണ്ട്. അത് കാണിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇവിടുത്തെ മെയിൻ കിച്ചൺ വരുന്നത് ഇതാ ഈ ഒരു ഫാമിലി ലിവിങ്ങിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ മെയിൻ കിച്ചണിലേക്ക് 2 വാതിൽ വരാം, ഒന്ന് അവലെയും വരാം, ദെൻ ഇതിലെയും വരുന്ന രൂപത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഈ ഒരു കർട്ടൻസ് ഒക്കെ ഉണ്ട്, നല്ല ഭംഗിയായിട്ടുള്ള വൈറ്റ് ആൻഡ് ലൈറ്റ് കളേഴ്സിൽ ചൂസ് ചെയ്തിട്ടുള്ള കർട്ടൻസ് ആണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത്. കിച്ചൺ തന്നെ ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ. ഇവിടെ ഡൈനിങ് ഏരിയ ആയിട്ട് ഒരു 8-9 ആളുകൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഡൈനിങ് സെറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ടേബിൾ ടോപ്പാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ കിച്ചണിൻ്റെ ഭാഗത്തും വാഷ് ബേസിൻ ഏരിയ വരുന്നതാ നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് നേരെ ബാക്കിലായിട്ടാണ് ഇവിടെ വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. വാഷ് ബേസിൻ്റെ തന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്ത് പോകുന്ന ഒരു ഏരിയ ആയിട്ടാണ് ഇതിന് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. മിറർ വരുന്നുണ്ട്, മിററിൻ്റെ ബാക്കിലായിട്ട് കംപ്ലീറ്റ് പാനലിങ് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രേ ടൈലാണ് ഈ ഒരു ഭാഗത്ത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ വ്യത്യസ്തമാക്കാൻ വേണ്ടിയിട്ട് റീപ്പർ വർക്ക് കൊടുത്തിട്ട് മുകളിലും വേറെ ടൈല് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നല്ലൊരു ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസും ചെറിയ രീതിയിൽ വരുന്നുണ്ട്. പിന്നെ ഇവരെ ഡിസൈൻ തന്നെ ചെയ്തിട്ടുള്ളൊരു എനിക്ക് കുറച്ചും കൂടി നിങ്ങളുടെ എടുത്ത് പറയാൻ തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കിച്ചണിൽ കയറി വരുന്ന ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ കൈയൊക്കെ തട്ടുന്ന അല്ലെങ്കിൽ ചളി വരുന്ന ഒരു ഏരിയയാണ്. പക്ഷേ ഇവിടെ ആ ഒരു ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വാൾപേപ്പറാണ് കൊടുത്തിട്ടുള്ളത്. PVC വാൾപേപ്പറാണ്. അതുകൊണ്ട് തന്നെ വെള്ളം തട്ടുക അല്ലെങ്കിൽ പെട്ടെന്ന് കേടുവരുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത് നല്ലൊരു ബോർഡർ ആക്കിയിട്ട് അതിൽ തന്നെ കുറച്ചുകൂടി സ്പെഷ്യലായിട്ട് വുഡൻ്റെ പ്ലേറ്റ്സ് ഡിസൈനൊക്കെ വരുന്ന രൂപത്തിലുള്ള ഓരോ ഭാഗങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എസ്തെറ്റിക്കലി കുറച്ചുകൂടി കിച്ചണിൽ നമുക്ക് ആ ഒരു ഫീലിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ഡൈനിങ്ങിൻ്റെ ഏരിയ ഡബിൾ ഹൈറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. കണ്ടിന്യൂസ് വന്നുകൊണ്ട് തന്നെ ഒരു സ്പേഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇതിൻ്റെ സീലിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സിമെൻറ്റ് ടെക്സ്ചറാണെന്ന് തോന്നും. പക്ഷേ സിമെൻറ്റ് ടെക്സ്ചറിലേക്ക് നമ്മുടെ സിമെൻറ്റ് പാനലിംഗ് ഒക്കെ ചെയ്തിട്ട് അവർ അടിപൊളിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തതാണ്. ദെൻ ഈ ഒരു ഭാഗത്തായിട്ട് കംപ്ലീറ്റ് ഫിക്സ്ഡ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു എസ്തെറ്റിക്കലി ഭംഗിയാകും കൂടും ചെയ്യും. ദെൻ ഈ ഒരു ഭാഗത്തായിട്ട് കോർട്ട്യാർഡ് വരുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു അടിപൊളിയായിട്ടുള്ള കിച്ചൺ, സി ഷേപ്പിലുള്ള കിച്ചൺ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കിച്ചണിൻ്റെ ടോപ്പായിട്ട് കൊടുത്തിട്ടുള്ള ടൈലാണ് കംപ്ലീറ്റ്. ദെൻ പിന്നെ ഈ വരുന്നതൊക്കെ നമ്മുടെ ഹൈഡ് ചെയ്യുന്ന രൂപത്തിൽ ഓപ്പണിങ്സ് ഒക്കെ ഹൈഡ് ചെയ്യുന്ന രൂപത്തിലുള്ള ലാമിനേറ്റ്സ് ആണ്. ഗ്രേ ടൈപ്പിൽ വരുന്ന ലാമിനേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് ഒരു കിച്ചൺ എത്രത്തോളം നമുക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ഓവനും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഓപ്പൺ ഷെൽഫും ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അതിലേക്ക് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം കണ്ടോ, നമ്മുടെ ഈ ഒരു അപ്പർ ക്യാബിനറ്റ് ലോവർ ക്യാബിനറ്റ് ഇടയിലായിട്ട് നല്ലൊരു ഭംഗിയുള്ള ടൈലാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇത് കംപ്ലീറ്റ് ഈ ഒരു ചുമര് കംപ്ലീറ്റ് അവരെന്ത് ചെയ്തു, വിൻഡോ കൊടുത്തു. അത്യാവശ്യം ഹൈറ്റിലുള്ള വിൻഡോ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് നല്ലൊരു കർട്ടൻസും അപ്ലൈ ചെയ്തിട്ടുണ്ട്. വാനിഷ് കർട്ടൻസ് ആണ് കേട്ടോ ഈ ഒരു കർട്ടന് പറയുന്ന പേര്. ദെൻ ഒരു സിങ്ക് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെയും കംപ്ലീറ്റ് സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. ഇതിൻ്റെ ഒക്കെ ഒരു ഹാൻഡിൽസ് ഹൈഡ് ചെയ്യുന്ന രൂപത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ഒരു സിംപ്ലിസിറ്റി തോന്നുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഡിസൈനൊക്കെ വന്നിട്ടുള്ളത്. അതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഹാൻഡിൽസ് ഒക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ട്. മിനിമം കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് എന്നൊരു കാരണം കൊണ്ടാണ്. താഴെയൊരു മാക്സിമം സ്റ്റോറേജ് വരുന്നുണ്ട്. സ്കേർട്ടിങ്ങും ഉള്ളിലേക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു മെയിൻ ഒരു വർക്കിംഗ് കിച്ചണായിട്ട് വേറെ വരുന്നുണ്ട്. അവിടെ പ്രത്യേകിച്ച് കാണിക്കാമല്ലോ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കാണിക്കുന്നില്ല. ഇതിൻ്റെ ഡോറ് കണ്ടോ, കിച്ചണിലെ ഡോറൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ കിച്ചണിലെ ഡിസൈനോട് കൂടിയിട്ടുള്ള കിച്ചൻ്റെ ഡോറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല കംപ്ലീറ്റ് വുഡൻ്റെ റീപ്പർ വർക്കൊക്കെ വരുന്ന രൂപത്തിലാണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ സെൻട്രൽ പോർഷനായിട്ട് ഫോർമൽ ലിവിങ്ങിൻ്റെയും ഫാമിലി ലിവിങ്ങിൻ്റെയും പാസേജിൻ്റെ ഒക്കെ ഗ്യാപ്പിലായിട്ട് ഒരു കോർ ഏരിയയിലായിട്ടാണ് നല്ലൊരു കോർട്ട്യാർഡ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു കോർട്ട്യാർഡിലേക്ക് നല്ലൊരു ഡോറായിട്ട് വെച്ചിട്ടുള്ള അലുമിനിയത്തിൻ്റെ ഡോറാണ് കേട്ടോ പൗഡർ കോട്ടറായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്ലൈഡിങ് ഡോറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നേരെ കയറി വന്നു കഴിഞ്ഞാൽ ഈ താഴെയായിട്ട് കംപ്ലീറ്റ് പെബിൾസും ബാംഗ്ലൂർ സ്റ്റോണൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ പ്ലാന്റുകളാണ് കംപ്ലീറ്റ് ഈ ഒരു ഭാഗത്ത് ഫ്ലോറിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ വെള്ളം തട്ടുന്ന ഒരു ഏരിയ അല്ല, ഡ്രൈ ആയിട്ടുള്ള ഏരിയയാണ്. കംപ്ലീറ്റ് മുകളിൽ ഗ്രില്ലും ഗ്ലാസ്സൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വാട്ടർ ബോഡി ഈ ഒരു ഭാഗത്തായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ വീടിൻ്റെ അകത്ത് ഈ ഒരു ഏരിയ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കൂളിംഗ് എഫക്റ്റ് നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് കിട്ടും കേട്ടോ. അത് ബെസ്റ്റാണ്. അതിന് ഏറ്റവും ബെസ്റ്റ് ഇതുപോലുള്ള വാട്ടർ ബോഡീസ് നല്ലൊരു ഏരിയയിലേക്ക് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അതുപോലെ ഇവിടെ ചെയ്തിട്ടുള്ളത് നല്ല നാച്ചുറൽ പ്ലാന്റ് വന്നിട്ടുണ്ട്. ദെൻ ഈ ഒരു ഭാഗം കണ്ടോ, ഇത് കംപ്ലീറ്റ് പുറത്തുനിന്ന് ഒരു ജാളിയാണ് വന്നിട്ടുള്ളത്. പക്ഷെ അത് ഉള്ളിലേക്ക് അവർ നല്ല ഫിനിഷിംഗ് ഒക്കെ ചെയ്തിട്ട് ഹോള് മാത്രം അവിടെ നിലനിർത്തിയിട്ട് പെയിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തായിട്ട് എയർ സർക്കുലേഷൻ്റെ ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ പ്രയർ ഹോൾ വരുന്നുണ്ട്. അത് അവർ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡോറ് വരുന്നുണ്ട്. ദെൻ ജസ്റ്റ് ഒരു ചെറിയൊരു പാർട്ടീഷനായിട്ട് ഇവിടെ ബോർഡാണ് സെറ്റ് ചെയ്തിട്ട് അതിനും ആ ഒരു ബോർഡും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നമുക്ക് റിഫ്രഷ്മെൻറ്റ് ഏരിയ ആയിട്ട് കുട്ടികൾക്കാണെങ്കിലും ഒന്ന് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് നേരെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെയറും ബെഡ്റൂം സ്പേസൊക്കെ കാണിച്ചു തരാം.
ഈ ഒരു സ്റ്റെയർ ഇവിടെ സ്പെഷ്യലാണ് കേട്ടോ. നമ്മൾ സാധാരണ ഒരുപാട് നമ്മളെ കേർവ് ഡിസൈനുള്ള സ്റ്റെയറും കാണാറുണ്ട്, ഡോഗ് ലെഗിൻ്റെ എല്ലാ ഇതും കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു സിംഗിൾ ആയിട്ടുള്ള സ്റ്റെയറാണ് വന്നിട്ടുള്ളത്. ഒരു ഒറ്റ ഫ്ലാറ്റ്, ഈ സെൻട്രൽ ഒരു ഫ്ലാറ്റ് വരുന്നത്, പിന്നെ നോർമലായിട്ട് നമ്മുടെ അപ്സ്റ്റെയറിലേക്കുള്ള ഫ്ലാറ്റാണ് വരുന്നത്. 2 ഫ്ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു സ്റ്റെയർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് ഇൻഡസ്ട്രിയൽ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഗേറ്റിൻ്റെ ഡിസൈൻ നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല, അതിൽ നിന്നൊക്കെ കുറച്ചൊരു മാച്ചിങ് ഉണ്ട്. ഈ ഒരു ഡിസൈനിലേക്ക് റോഡായിട്ടാണ് മെറ്റലിൻ്റെ റോഡുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ചെറിയൊരു പ്ലേറ്റും ഇതിൻ്റെ ഒരു പോർഷനിലായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു പാർട്ടീഷനാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ഈ ഒരു ത്രെഡ് ഭാഗം കംപ്ലീറ്റ് നാച്ചുറൽ വുഡാണ് കേട്ടോ. അതുപോലെ ഹാൻഡിൽസും കംപ്ലീറ്റ് നാച്ചുറൽ വുഡായിട്ടാണ് സ്റ്റെയർ വന്നിട്ടുള്ളത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റെയറിന് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം സെൻട്രൽ പോർഷൻ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നേരെ താഴെയായിട്ട് ഒരു കൺസോൾ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കൺസോൾ ടേബിളിന് ഒരു സ്പെഷ്യൽ ഉണ്ട്. ഇതിന് താഴെ കംപ്ലീറ്റ് നമ്മൾ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെ ഹൈഡ് ചെയ്യുന്ന രൂപത്തിലാണ് ഈ ഒരു കൺസോൾ ടേബിൾ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഈ ഇവിടെ ഇങ്ങനെ കെയിൻ്റെ നെറ്റ് കൊടുക്കാൻ കാരണം കുറച്ച് ആ ഒരു എയർ പാസേജ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഡ്രോവേഴ്സ്, ഇവിടെ 3 ഡ്രോവേഴ്സ് വരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനം നമ്മുടെ കയ്യിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രൂപത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു അയൺ ടേബിളും കൂടി ആയിട്ടാണ് ഇതിൻ്റെ പർപ്പസ് വരുന്നുണ്ട്. അതിൻ്റെ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പർപ്പസ് വരുന്ന രൂപത്തിൽ കൺസോൾ ടേബിളാണ് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് 3 ബെഡ്റൂംസ് ആയിട്ട് വരുന്നത്. മാസ്റ്റർ ബെഡ്റൂമാണ് കാണിക്കാൻ പോകുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡോർ തന്നെ വളരെ വ്യത്യസ്തമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് തേക്ക് വുഡ് തന്നെയാണ്. അതിൽ തന്നെ റീപ്പർ ഡിസൈന് വെർട്ടിക്കലായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഗ്രൂ ആയിട്ടുള്ള ഹൊറിസോണലായിട്ടുള്ള 2 ലൈൻസും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. എല്ലാവരും മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസാണ് ആഗ്രഹിക്കുന്നത് അല്ലേ. ഈ മാസ്റ്റർ ബെഡ്റൂം സൈസ് വരുന്നത് 390-370 സെൻറ്റിമീറ്റർ സൈസാണ് കേട്ടോ വന്നിട്ടുള്ളത്. നേരെ വരുന്ന ഒരു കിങ് സൈസ് ബെഡ് കോട്ടാണ്. ഈ ഒരു ബെഡ് കോട്ടിന് ഒരു പിങ്കിഷ് ബ്രൗൺ തീമിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഹെഡ് പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് 2 സൈഡും ചാംഫർ ചെയ്ത രൂപത്തിൽ ഒരു കർവ് ഡിസൈൻ വന്നിട്ടുണ്ട്. അതിൽ തന്നെ വുഡൻ ആൻഡ് വൈറ്റിൻ്റെ ലാമിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ലെതർ ഫിനിഷിംഗ് ആട്ടോ, കുഷ്യൻ ലെതറാണ് വന്നിട്ടുള്ളത്. അത് വെർട്ടിക്കലായിട്ടുള്ള ഒരു പഞ്ചിങ്ങും അതിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നേരെ പിങ്ക് ഷെയ്ഡിലാണ് കംപ്ലീറ്റ് കുഷ്യൻസും പില്ലോസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. 2 ഭാഗത്തും സൈഡ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ എടുത്ത് പറയാൻ കാരണം ഇതിൽ ഓരോ കാര്യങ്ങളും നമുക്ക് കംപ്ലീറ്റ് നോക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ബെഡ്റൂം അത്രയും സ്പെഷ്യലായിട്ട് വരുന്നത്. പില്ലോസ് ആവട്ടെ, ബെഡ്ഷീറ്റ് ആവട്ടെ, ഓരോ ഭാഗവും നമ്മൾ അതുപോലെ ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഇയാമ ആർക്കിടെക്ട്സിന് അത്രയും ക്വാളിറ്റിയാണ് നമ്മൾ എടുത്ത് പറയുന്നത്. അവർക്ക് അത്രയും കഴിഞ്ഞുകൊണ്ട് തന്നെ അത് ഭംഗിയായിട്ട് അവർ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹെഡ് പോർഷനിലായിട്ട് കംപ്ലീറ്റ് ഒരു ഹൊറിസോണ്ടൽ ലെങ്തി ആയിട്ടുള്ളൊരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പാനലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. പാനലിങ്ങും പ്ലസ് ഒരു വാൾപേപ്പർ ഡിസൈനോട് കോമ്പിനേഷനിലാണ് ഈ ഒരു ഫ്രെയിം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. 2 വാൾ ലൈറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കംപ്ലീറ്റ് ഒരു ഫ്രെയിമിൽ നല്ലൊരു ഭംഗിയായിട്ടുള്ള ലെയേഴ്സോട് കൂടിയിട്ടുള്ള ഫ്രെയിം അവർ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ബെഡ്റൂമിലേക്ക് നല്ലൊരു എസ്തെറ്റിക് വരുന്നുണ്ട്. then എൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കംപ്ലീറ്റ് ഒരു സ്റ്റഡി ഏരിയ പ്ലസ് ഒരു വർക്കിംഗ് ഏരിയ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഷെൽഫുകൾ വന്നിട്ടുണ്ട്. ദെൻ നല്ല രീതിയിൽ ചാംഫർ ചെയ്തിട്ട് കർവ് ഡിസൈൻ കംപ്ലീറ്റ് വേറെ തന്നെ ഒരു പീസ് കൊടുത്തിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നല്ലൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്തായിട്ട് കംപ്ലീറ്റ് കബോർഡ്, ഒരു വർക്കിംഗ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് വേണം. അപ്പോൾ ആ ഒരു ഏരിയ ആയിട്ടാണ് ഇതിനെ മാറ്റിയിട്ടുള്ളത്. ഇവർ രണ്ടും ഹസ്ബൻഡും വൈഫും ഡോക്ടേഴ്സാണ്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള തിരക്കുകളും അവരുടേതായിട്ടുള്ള ഒരു സ്പേസും വേണം. അപ്പോൾ അതിനനുസരിച്ചാണ് ഈ മാർക്കറ്റ്സ് ഇവിടെ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. കംപ്ലീറ്റ് ലെങ്തി ആയിട്ടുള്ള കർട്ടൻസ് ആണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് എന്താ നേരെ വിഷ്വൽസ് കിട്ടുന്നത് ഫ്രണ്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബെഡ്റൂമിൽ ഇരുന്ന് തന്നെ ആരാണ് വന്ന് നമുക്ക് നോക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഒരു വിഷ്വൽസ് കിട്ടുന്ന രൂപത്തിൽ ഈ ഒരു ഭാഗത്ത് ഒരു വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വിൻഡോസൊക്കെ കണ്ടോ, ഒരു താഴെയായിട്ട് 2 കള്ളി ഹൊറിസോണലും ദെൻ വെർട്ടിക്കൽ 3 കള്ളി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ബെഡ്റൂമിലേക്ക് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിൽ നല്ലൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ എല്ലാവരും ബെഡ് കോട്ടിന് മാത്രമുള്ള സ്ഥലം കണ്ടുപിടിക്കും. അത് മാത്രമല്ല ഇത്രയും സ്പേഷ്യസ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ളൊരു കുഷ്യൻസൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ അതുപോലെ തന്നെ വലിയൊരു മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെങ്തിയാണ്, എന്നെ തന്നെ ഫുള്ള് കാണും. എൻ്റെക്കാട്ട് പേരുള്ള ആളെ കൊള്ളുന്ന രൂപത്തിലുള്ള മിററാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഗോൾഡൻ ആയിട്ടുള്ളൊരു ബോർഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാൾഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തേക്ക് മാറിയിട്ട് തന്നെയാണ്. സെൻട്രലായിട്ട് ഗ്ലാസിൻ്റെ ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ കംപ്ലീറ്റ് സൈഡിലൊക്കെ വുഡൻ്റെ റീപ്പർ വർക്കോട് കൂടിയുള്ള ഗ്രൂ ഡിസൈനോട് കൂടിയിട്ടുള്ള വാൾഡ്രോബ്സാണ് കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹാൻഡിൽസൊക്കെ ഒരു ബ്ലാക്ക് ഹാൻഡിലാണ്, ലെങ്തി ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് എടുക്കുക ആക്സസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഹാൻഡിൽസാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ ചേർന്നിട്ടുള്ള ടോയ്ലറ്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ടോയ്ലറ്റിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഫ്ലോർ ലൈറ്റ് വൈറ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ ആ ഒരു വൈറ്റ് ഗ്രീൻ കോമ്പിനേഷനിലാണ് ടൈലൊക്കെ കൊടുത്തിട്ടുള്ളത്. ദെൻ ബേസിന് വരുന്നുണ്ട്, ക്ലോസറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
ഒരു മുകൾ ഭാഗത്തായിട്ട് മിറർ യൂണിറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ കിഡ്സ് ബെഡ്റൂം ഉണ്ട്. 3 ബെഡ്റൂം ഉണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ബെഡ്റൂം എന്ന് കിഡ്സ് ബെഡ്റൂമാണ്. പിന്നെ ഫാദറോ മദറൊക്കെ നിൽക്കുന്ന ഒരു ബെഡ്റൂം കൂടിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം കിഡ്സ് ബെഡ്റൂം കാണിച്ചു തരാം. ഈ ഒരു പാസേജിലായിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിക്കുന്നില്ല. നമ്മൾ ഈ നേരെ കാണിക്കാൻ പോകുന്ന കിഡ്സ് ബെഡ്റൂമാണ്. കിഡ്സ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 360 സെൻറ്റിമീറ്ററിലായിട്ടാണ് വരുന്നത്. 2 ഭാഗത്തായിട്ടും ഒരു സിംഗിൾ ബെഡ്, ഓരോ സിംഗിൾ ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലൂയിഷ് തീമിലും ഒരു പിങ്കിഷ് തീമിലൊക്കെ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കിഡ്സുകൾക്ക് ഒരു മിനിമൽ ഡിസൈനോട് കൂടിയിട്ടാണ് കംപ്ലീറ്റ് ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഒരു ലക്ഷറി ഫീലിലേക്ക് വന്നില്ല, എന്നും ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു കാമൻ ക്വയറ്റ് ഫീലിംഗ് ആണ് നമുക്ക് ഈ ബെഡ്റൂമിലേക്ക് കയറിയാൽ കിട്ടുന്നത്. നല്ലൊരു ഭംഗിയായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ഇവിടെ വരുന്നുണ്ട്. കുട്ടികൾക്ക് വായിക്കാനുള്ള ബുക്കും ലാമ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാൾ അവർ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലോവർ പോർഷൻ ആയിട്ട് വന്നിട്ടുള്ള ലാമിനേറ്റ്സ് ആണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ദെൻ അതിലേക്കുള്ള ഒരു ഗോൾഡൻ സ്ട്രിപ്പ് സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ബീഡിങ്ങും ഈ ഒരു ഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വർക്കിംഗ് ഏരിയ ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ടേബിൾ എന്നുള്ള നിലയ്ക്ക് ഈ ഒരു ഭാഗം മുതൽ അവിടെ വരെ അവർ പ്രൊജക്റ്റ് ചെയ്യുന്ന രൂപത്തിലാണ് ഷെൽഫ് കൊടുത്തിട്ടുള്ളത്. ഈ താഴെയായിട്ട് ഷെൽഫ് വരുന്നുണ്ട്. ദെൻ അവിടെയും ഷെൽഫ് വരുന്നുണ്ട്. ഇവിടെ മൾട്ടിവുഡിൽ ലാമിനേറ്റ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ഈ ഒരു ഭാഗം അവർ കവർ ചെയ്തിട്ടുള്ളത്. 2 സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വന്നിട്ടുണ്ട്. ലാപ്പും കാര്യങ്ങളൊക്കെ അവർ വർക്കിംഗ് ഏരിയയിൽ വെച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു ഷെൽഫ്, ഒരു ബുക്ക് ഷെൽഫ്, ഒരു വ്യത്യസ്തമായ ഡിസൈനിൽ ഒരു ലെങ്തി ആയിട്ടുള്ള ബുക്ക് ഷെൽഫ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ഫീൽ ചെയ്തിട്ടോ. ദെൻ ഈ ഒരു വാളിലായിട്ട് ഫ്രെയിമുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിലെ വാൾഡ്രോബും മിറർ യൂണിറ്റൊക്കെ ഈ ഒരു സൈഡിലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വലിയൊരു മിറർ വരുന്നുണ്ട്. ദെൻ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിഡ്സിൻ്റെ വാൾഡ്രോബ് വരുന്നത്. കംപ്ലീറ്റ് ലാമിനേഷൻ ചെയ്തിട്ടുള്ള വാൾഡ്രോബ്സ് ആണ്. ഒരു പിങ്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ തന്നെ ആ ഒരു ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഡിസൈൻ ഇവിടെ ലാമിനേഷനിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്റൂമിൻ്റെ ബാത്ത് ടബൊക്കെ ഉണ്ട് കേട്ടോ. കിഡ്സിൻ്റെ ഫേവറേറ്റ് ആണ് ബാത്ത് ടബ്. അപ്പോൾ ആ ഒരു ഫീലിനെ കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ആ ഒരു ബാത്ത് ടബും കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലോസറ്റ് അതിൻ്റെ വാഷ് ബേസിനും സെറ്റ് ചെയ്തിട്ടുണ്ട്. ടൈലൊക്കെ നല്ല ഭംഗിയുള്ള ടൈലാണ്. ഇപ്പോൾ ഒരു പിങ്കിഷ് ഗ്രേഡ് വരുന്ന മാറ്റ് ഫിനിഷ്ഡ് ഫ്ലോർ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ വാളിലും അതിൻ്റെ ഒരു ഗ്രീനിഷ് വരുന്ന മാറ്റ് ടൈൽ തന്നെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കംപ്ലീറ്റ് ഗ്ലോസി ടൈലാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. മിറർ യൂണിറ്റ് വരുന്നുണ്ട്. ദെൻ ബേസിന് ക്യാബിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീലിംഗ് നോക്കിക്കഴിഞ്ഞാൽ മിനിമൽ ആയിട്ടുള്ള സീലിംഗ് ആണ്. നമ്മുടെ ആ ഒരു സ്റ്റഡി ഏരിയൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഒരു പ്രൊഫൈൽ ലൈറ്റും കൂടിയിട്ടുള്ള സ്ട്രിപ്പ് ലൈറ്റോട് കൂടിയിട്ടുള്ള സീലിംഗ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലെ 3ാമത്തെ ബെഡ്റൂമാണിത്. പാരൻസിൻ്റെ ബെഡ്റൂമാണ്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 420 360 സൈസ് വരുന്നുണ്ട്. ഒരു ബെഡ് കോട്ട് ഈ ഒരു ഭാഗത്തായിട്ട് സെൻറ്ററിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഹെഡ് പോർഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു വുഡ് പ്ലസ് ഒരു കെയിൻ്റെ നെറ്റ് ഡിസൈനാണ് വന്നിട്ടുള്ളത്. നമ്മളൊരു ട്രഡീഷണൽ ലുക്കിലേക്ക് ഒരു പാരൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു തീമാണ്. അപ്പോൾ അതിനേക്ക് മാച്ചാവുന്ന രൂപത്തിലാണ് ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഫ്രെയിം ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ലൈറ്റും അതിലേക്ക് വരുന്നുണ്ട്. ഇവിടെ സ്പെഷ്യലായിട്ട് എടുത്ത് പറയേണ്ടത് ഈ ഒരു ബെഡ്റൂമിൽ അവർക്ക് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ ബേവിൻ്റെ ഒക്കെ സെറ്റ് ചെയ്യാറുണ്ടല്ലേ, അപ്പോൾ അതുപോലെ ഇത് ബേവിൻ്റെ അല്ല, ബേവിൻ്റെ പർപ്പസ് വരുന്ന ഒരു ഷെൽഫാണ് ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പ്ലൈവുഡ് തന്നെയാണ്, ലാമിനേഷൻ ചെയ്തതാണ്. ദെൻ കംപ്ലീറ്റ് കബോർഡും കാര്യങ്ങളൊക്കെ മൾട്ടിവുഡിൽ ലാമിനേഷൻ ചെയ്ത വർക്കാണ്. കബോർഡ് വരുന്നുണ്ട്. താഴെ നല്ല രീതിയിൽ സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന യൂസ്ഫുൾ ആവുന്ന സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് കബോർഡ് ഇവിടെ വെച്ചിട്ടുള്ളത്. ദെൻ ഈ ഒരു ഭാഗത്തായിട്ടാണ് വിൻഡോ വരുന്നത്. വിൻഡോയിലേക്ക് നല്ല റോമൻ കർട്ടൻസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇവിടെ ഈ ഒരു വാളിലായിട്ട് നമ്മൾ ഇരിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ചുമര് പെട്ടെന്ന് ചീത്താവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നല്ലൊരു പാനലിങ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഐഡിയയും കൂടി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു വൈറ്റ് ഗോൾഡൻ ലൈന് വരുന്ന പാനലിംഗ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നേരെ സീലിംഗ് നോക്കിക്കഴിഞ്ഞാൽ മിനിമൽ ആയിട്ടുള്ള വൈറ്റ് ആൻഡ് വുഡൻ കോമ്പിനേഷനിലെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു മിനിമൽ ഡിസൈനോടുള്ള സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ദെൻ വാൾഡ്രോബ് വരുന്നത് ബെഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വാൾഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വാൾഡ്രോബിൻ്റെ കംപ്ലീറ്റ് ലാമിനേഷൻ ആണ് കേട്ടോ. ഒരു മാറ്റ് ഫിനിഷ് വരുന്ന വാൾപേപ്പർ ഡിസൈനൊക്കെ തോന്നുന്ന രൂപത്തിലുള്ള ലാമിനേഷനാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. താഴെയായിട്ട് ഗ്രൂ ഡിസൈനൊക്കെ വരുന്നുണ്ട്. ദെൻ മുകളിലും താഴെയായിട്ട് പ്ലെയിൻ ലാമിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് ഷെൽഫ് വരുന്നത്. അതുപോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ജസ്റ്റ് ഒരു ഇരിക്കാൻ പറ്റുന്ന സ്റ്റഡി ഏരിയക്കായിട്ട് അവരെന്ത് ചെയ്തു ഈ ഒരു ഭാഗത്ത് മാറ്റിയിട്ടുണ്ട്. മുകളിലും സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ദെൻ ഓപ്പൺ ആയിട്ടുള്ള സ്പേസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഏരിയ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്നിട്ട് തന്നെ അറ്റാച്ച് ടോയ്ലറ്റ് വരുന്നുണ്ട്. ടോയ്ലറ്റിൻ്റെ ഡോറ് നിങ്ങൾ ശ്രദ്ധിച്ചോ, നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡിസൈൻ ഇവിടെ വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ഗ്രൂ ഡിസൈനാണ്. ദെൻ ഇവിടെ ഒരു ചെക്ക് രൂപത്തിലുള്ള ഡിസൈൻസും പേപ്പർ വർക്ക് പോലെയാണ് ചെയ്തിട്ടുള്ളത്.
വളരെ ഭംഗിയായിട്ട് തന്നെയാണ്, നല്ല യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ടോയ്ലറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വാഷ് ബേസിന് വന്നിട്ടുണ്ട്, മിറർ യൂണിറ്റും കബോർഡ് വന്നിട്ടുണ്ട്, താഴെയായിട്ട് ക്ലോസറ്റ് വരുന്നുണ്ട്, ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ടൈലൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് മാറ്റ് ഫിനിഷിൽ വരുന്ന രൂപത്തിലാണ് ടൈലൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ അപ്സ്റ്റെയർ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ചെയറിൻ്റെ ഏരിയയിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വാള് കണ്ടോ, ഈ ഒരു വാളിൽ കംപ്ലീറ്റ് ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള വിൻഡോ കൊടുത്തേക്കാണ്. പ്ലെയിൻ വിൻഡോ ആയതുകൊണ്ട് തന്നെ മാക്സിമം ലൈറ്റ് നമുക്ക് അകത്തേക്ക് കിട്ടും. അത്രയും നമുക്ക് ലൈറ്റിൻ്റെ സോഴ്സ്, ആർട്ടിഫിഷ്യൽ ലൈറ്റിൻ്റെ സോഴ്സ് നമുക്ക് ഇവിടെ കുറക്കാൻ പറ്റും. അത് നല്ലൊരു യൂസ്ഫുൾ ആയൊരു ഐഡിയ ആണ്. നമുക്ക് ഈ ഒരു സ്റ്റെയർ നല്ല ഭംഗിയായിട്ട് ഇതൊക്കെ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞില്ല, നമ്മൾ ഈ സ്റ്റെപ്പ് കയറുന്നതിനാണ് ഫ്ലൈറ്റ് എന്ന് പറയുക. അങ്ങനെ 2 ഫ്ലൈറ്റ് കയറിയാൽ നമുക്കിതിന് മുകളിലെ ലാൻഡിങ് സ്പേസിലേക്ക് എത്താൻ പറ്റും. ഈ ഒരു ഇവിടെ വരുന്നത് നല്ലൊരു കംപ്ലീറ്റ് ലെങ്തി ആയിട്ടുള്ള പാസേജ് ഏരിയ ആണ് കേട്ടോ. ഇവിടെ നല്ലൊരു ഭംഗിയായിട്ടുള്ള പ്ലാന്റർ ബോക്സ്, നാച്ചുറൽ പ്ലാന്റർ ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ അത്യാവശ്യം വലിയ വിൻഡോ ആണ് ഈ ഒരു ഭാഗത്തും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ വരുന്നത് ഒരു ബെഡ്റൂം ആണ്. പിന്നെ ഇവിടെ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഡോക്ടറിൻ്റെ ഒരു വർക്കിംഗ് ഏരിയ വരുന്നുണ്ട്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഡോക്ടറിൻ്റെതായിട്ടുള്ളൊരു വർക്കിംഗ് ഏരിയ ആണ് ഇവിടെ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പെഷ്യൽ സംഭവങ്ങൾ, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വരുന്നുണ്ട്, ഷെൽഫ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റൂമിൽ നിന്ന് നേരെ ഇറങ്ങണത് നമ്മളൊരു നാച്ചുറൽ ബാൽക്കണി ഏരിയയിലേക്കാണ് കേട്ടോ. കംപ്ലീറ്റ് നമ്മുടെ ബോഗൺവില്ല ചെടി ഉണ്ടല്ലോ, അതാണ് ഫുള്ള് വെച്ചിട്ടുള്ളത്. ഡോക്ടർ അത്യാവശ്യം നല്ലൊരു പ്ലാന്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളായി തോന്നുന്നു, അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ കംപ്ലീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ടൈല് ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മൊറോക്കൻ ടൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ബീഡിങ് വരുന്നുണ്ട്. ദെൻ അത്യാവശ്യം നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു ബാൽക്കണി ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് അലുമിനിയത്തിൻ്റെ ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ കാണിക്കാനുള്ളത് ബെഡ്റൂമാണ് ഈ കാണുന്നത്. നമ്മൾ നേരത്തെ താഴത്തെ കാണിച്ചു തന്ന സെയിം ഡിസൈനോട് കൂടിയിട്ടുള്ള ഡോറാണ് വന്നിട്ടുള്ളത്. നേരെ വന്നു കഴിഞ്ഞാൽ ഒരു കിങ് സൈസ് ബെഡ് കോട്ട് വരുന്നുണ്ട്. ഈ ബെഡ് കോട്ടിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് ഈ ഒരു ഹെഡ് പോർഷൻ കണ്ടു, ലാമിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ മുകളിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൊജക്ഷൻ കൊണ്ട് നമുക്ക് ഈ ഒരു വാൾ ഹൈലൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ഈ ഒരു വാളിലായിട്ട് നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ഫ്രെയിമാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അത് വുഡൻ്റെ റീപ്പർ വർക്കോട് കൂടിയിട്ടാണ്. വെർട്ടിക്കലായുള്ള ഡിസൈനും അതുപോലെ ലാമിനേഷനായിട്ട് അവിടെ പഞ്ച് ചെയ്ത് വെച്ച രൂപത്തിലാണ് ഈ ഒരു ഫ്രെയിം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ദെൻ ഈ ഒരു ബെഡ്റൂം നമുക്ക് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ബാൽക്കണി ഏരിയ വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ബാൽക്കണി ഏരിയ, നമുക്ക് റിഫ്രഷ്മെൻ്റ് ആയിട്ട് ഈ ഒരു ബാൽക്കണിയിലേക്ക് ഇരിക്കാനൊക്കെ പറ്റും. ചെയറൊക്കെ ഇട്ടാൽ അത്യാവശ്യം നല്ലൊരു ഏരിയ വരുന്നുണ്ട്. ദെൻ നല്ലൊരു വുഡൻ്റെ ഹാൻഡിൽസാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ നല്ല GIൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ, റാഡാണ്, ഇരുമ്പിൻ്റെ റാഡാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല നമുക്ക് കിച്ചണിൻ്റെ ഒരു ഏരിയ ആണ് ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. വീടിൻ്റെ കംപ്ലീറ്റും ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഏത് മുക്കും മൂലം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ എല്ലാം എസ്തെറ്റിക് ആയിട്ടാണ് തോന്നുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ വാൾഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വാൾഡ്രോബും വളരെ ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിന് മാച്ചായിട്ടുള്ള ലാമിനേഷനാണ് വാൾഡ്രോബിനും കൊടുത്തിട്ടുള്ളത്. ബെഡ് കോട്ടിൻ്റെ ആ ഒരു തീം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വുഡൻ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. ഇതുപോലെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ റസ്റ്റിക് ഫിനിഷിംഗ് ആണ് തോന്നും. അല്ല, കംപ്ലീറ്റ് ലാമിനേഷൻ്റെ വാൾഡ്രോബിൽ കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ലാമിനേഷനാണ് ഈ കാണുന്നത്. ദെൻ ഇവിടെ ആയിട്ട് മിറർ യൂണിറ്റ് വരുന്നത്, അതിനും ഒരു വ്യത്യസ്തമായ ബോർഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആണ് ഈ മിറർ യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനോട് ചേർന്നിട്ടുള്ള ടോയ്ലറ്റ് കാണിച്ചു തരാം. അപ്സ്റ്റെയറിൻ്റെ ഈ ഒരു ഏരിയയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു സീൻ ബിലോ ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഡൈനിങ് ഏരിയ, ഫാമിലി ലിവിങ് സ്പേസും കിച്ചണും നമുക്ക് ഒരുപോലെ വിസിബിൾ ആവുന്ന രൂപത്തിലാണ് ഈ ഒരു സീൻ ബിലോ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ലൈറ്റ് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ലൈറ്റാണ് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് ഹാങ് ചെയ്ത് നിർത്തിയിട്ടുള്ളത്. ഇവിടെ അപ്സ്റ്റെയറിലും ഈ ഒരു രൂപത്തിലുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വന്നിട്ടുണ്ട്. ഒരു LCD യൂണിറ്റുള്ള സ്പേസും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. നേരെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കർട്ടൻസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. സ്ലൈഡിങ് ഡോറോട് കൂടിയിട്ട് നേരെ തുറക്കുന്നത് ഈ ഒരു സ്പേസിലേക്കാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടൊരു ബാൽക്കണി ഏരിയ ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല മുറ്റത്തേക്കാണ് ഇവിടെ നേരെ വ്യൂ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ കംപ്ലീറ്റ് വർക്കും ഇവിടെ ചെയ്തിട്ടുള്ളത് യാമ ആർക്കേഡ്സ് ആണ്. കാലിക്കറ്റ് ആണ് ഇവിടെ ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. എക്സ്റ്റീരിയർ ആവട്ടെ ഇൻറ്റീരിയർ ആവട്ടെ 100% പക്കായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വീടും ഇതുപോലെ ഭംഗിയായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഈ വീടിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഞാൻ ഡോക്ടർ ജാസിം, കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ഫസീല, ഞാനും കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ വീട് കംപ്ലീറ്റ് കണ്ടു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പേസ് എന്ന് പറയാൻ ഏതാണ്? നിങ്ങളുടെ ഫാമിലി ടിവിന്റെ മുന്നിൽ സ്പെൻഡ് ചെയ്യുന്ന ആ ഫാമിലി ലിവിംഗ് ആണ് ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാക്സിമം ഗ്രീനറി ഇതിന് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കോട്ടിയാട് നല്ല കൂടുതൽ
ടൈം സ്പെൻഡ് ചെയ്യാനുള്ള രീതിയിൽ. നിങ്ങളുടെ ഈ ഓപ്പൺ ആയിട്ടുള്ള കിച്ചണിയും ഫാമിലിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നിങ്ങളുടെ ഒരു റിക്വയർമെന്റ് ആയിരുന്നോ? അതെ അതെ അതെ. വീടുണ്ടാക്കുമ്പോൾ തന്നെ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യം, വൈഫാണ് മെയിനായിട്ട് അതിൻ്റെ ഒരു ഐഡിയ പറഞ്ഞ ഓപ്പൺ ആയിട്ടുള്ള കൺസെപ്റ്റ് ഉണ്ടാക്കണം. നമ്മൾ മാത്രം കിച്ചണിൽ ഇങ്ങനെ ഒതുങ്ങി പോകാൻ പാടില്ലല്ലോ, ബാക്കിയുള്ളവര് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ചെയ്യാന്നുള്ള ഒരു ഇതിലാണ് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് വന്നിട്ടുള്ളത്. നമ്മുടേതായ റിക്വയർമെന്റ് പറഞ്ഞു കൊടുത്തു, ഇയാമ അതിനനുസരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി തന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് 1-2 മീറ്റിങ്ങിന്റെ ഒരു അവസാനം അവർ ഫൈനലൈസ് ചെയ്തു. അത്രയാണ്. നമ്മള് കൺസെപ്റ്റ് പറയുന്നു, ഇയാമ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യുന്നു. കോവിഡിന്റെ സമയത്താണ് നമ്മൾ ഒരു വീട് ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ള ആലോചന നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ അടുത്ത് കൺസ്ട്രക്ട് ചെയ്ത പല വീടുകളും സന്ദർശിക്കുകയും അവരുമായിട്ട് അഭിപ്രായങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്തു. പല ഓഫീസുകളിലും പോയി സന്ദർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലാണ് അനിയൻ്റെ ഒരു ഫ്രണ്ടാണ് ഇയാമേൽ അനീസ് തങ്ങളുമായിട്ട് കോണ്ടാക്ട് വരുത്തിയത്. അപ്പോൾ അനീസ് തങ്ങളുമായിട്ട് സംസാരിച്ചു. അനീസ് തങ്ങളെ 1-2 പ്രോജക്ട്സ് ഞങ്ങൾ പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു. അനീസ് തങ്ങളുമായിട്ടുള്ള സംസാരത്തിൽ തന്നെ നമ്മുടെ വേവ്‌ലെങ്ത്തൊക്കെ ആയിട്ട് ചേർന്ന് വരുന്ന ആൾക്കാരാണ്, യങ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടീമാണെന്നൊക്കെ മനസ്സിലായി. തീരുമാനിച്ചു നമ്മുടെ വീട് തന്നെയാണ്. അതെ. അപ്പോൾ ഈ മാർക്കറ്റ്സ് നമുക്ക് വേറെ ആളുകൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? പിന്നെ തീർച്ചയായും ഡാനിയന്റെ വീട് യാമ ആണ്, അവരെന്നാണ് ചെയ്യുന്നത്. ഈ അടുത്ത് ഉണ്ടാക്കുന്ന. ഓക്കെ. അപ്പോൾ യാമ നിങ്ങൾക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ഒരു ആർക്കിടെക്ചർ ഫേമാണ്. നമ്മുടെ കാലിക്കറ്റ് ആണ് അവർ ഓഫീസ് വരുന്നത്. ഓക്കെ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, നമ്മൾ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.